എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ. അങ്ങനെ ചെയ്തോളാം. ഓക്കെ, അപ്പോൾ MD കാണുന്ന കാര്യം മറക്കണ്ട. ഞാനും വിളിച്ചു പറയാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടർ എന്താ പറഞ്ഞത്? പോലീസ് കേസ് ഒഴിവാക്കാൻ MD കണ്ട് റിക്വസ്റ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞതാ. അപ്പൂന്റെ കാര്യത്തിൽ പേടിക്കാനൊന്നും ഇല്ലല്ലോ അല്ലേ? ഇവിടുത്തെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഇനി അങ്ങോട്ടല്ല ഗീത, അവളുടെ കാര്യത്തിൽ ശരിക്കും നമ്മൾ പേടിക്കണ്ടേ. അങ്കിൾ, അപ്പനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ ഇപ്പോൾ വന്നിട്ട് പോയതേ ഉള്ളൂ മാളു. എന്നിട്ട് അപ്പു കണ്ണു തുറന്നു മോളെ. ഇനി പേടിക്കാനൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ആന്റി, നമുക്ക് അവളൊന്ന് കാണാൻ പറ്റുമോ? പുറത്തു നിന്നെങ്കിലും. ഇല്ല മോളെ, അതിന് സമയമായിട്ടില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഏയ്, മോള് സങ്കടപ്പെടണ്ട. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അപ്പുവിനെ കാണാമല്ലോ. മുരളിന്ന് വരൂ. എന്താ VP? മുരളി, വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ഹോസ്പിറ്റൽ കോറിഡോറിൽ വെച്ചാ ഞാനും താനും ഗീതയും അശ്വതിയും ഒക്കെ തമ്മിൽ പരിചയപ്പെടുന്നു. അന്ന് മുതൽ കുറച്ചു നാൾ മുമ്പ് വരെ നമ്മൾ നല്ല സുഹൃത്തുക്കളായി, അല്ലെങ്കിൽ നല്ല സഹോദരങ്ങളായി ഒരേ മനസ്സോടെ ജീവിച്ചു. നമ്മളായി തുടങ്ങി വെച്ച സൗഹൃദം നമ്മുടെ മക്കളിലൂടെ തുടർന്നപ്പോൾ അവരെക്കാളേറെ സന്തോഷിച്ചത് നമ്മളായിരുന്നു, അല്ലേ മുരളി? പക്ഷെ ഇന്ന് ആ സൗഹൃദവും സ്നേഹമൊക്കെ നമ്മുടെ മക്കൾ കാരണം ഉലയാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയും ഇതെങ്ങനെ തുടർന്നു പോയാൽ കണ്ടാൽ മിണ്ടാൻ തോന്നാത്ത വിധം നമ്മൾ അകന്നു പോയേക്കാന്നൊരു പേടി ഇപ്പം എനിക്കുണ്ട്. ഒന്നും ഞങ്ങളായിട്ടല്ലല്ലോ VP തുടങ്ങി വെച്ചത്. സമ്മതിച്ചു. ഒന്നിനും ഞാൻ മുരളിയോ അശ്വതിയോ മാളുവിനെയും ബ്ലെയിം ചെയ്യുന്നില്ല. എല്ലാം എൻ്റെ മോളുടെ, അല്ലെങ്കിൽ എൻ്റെയും ഗീതയുടെയും തെറ്റ്. അത് സമ്മതിച്ചു തരാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല മുരളി. അതിൻ്റെ നാണക്കേടും ബുദ്ധിമുട്ടുമൊക്കെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അറ്റംപ്റ്റ് ടു സൂയിസൈഡിന് ചിലപ്പോൾ അപ്പുവിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തേക്കാം. അങ്ങനെ വന്നാൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും അപമാനവും വേറെ. ഞാനിപ്പോൾ എന്തു വേണമെന്നാണ് VP പറയുന്നത്? ഞങ്ങളുടെ കൂട്ടുകൂടി ഇനി മുരളിക്കും ഫാമിലിക്കും പ്രശ്നങ്ങളുണ്ടാവരുത്. ഒന്നാമത് മാളവിൻ്റെ എൻഗേജ്മെൻ്റൊക്കെ അടുത്ത് വരികയല്ലേ. ഇനിയിപ്പോൾ അരുണിൻ്റെ വീട്ടുകാരുടെ ഇഷ്ടവും താല്പര്യമൊക്കെ ആവും മുരളിക്ക് കൺസിഡർ ചെയ്യേണ്ടി വരിക. അതിനിടയിൽ നമ്മുടെ സൗഹൃദം ഒരു ബാധ്യതയാവരുത്. അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളായി തന്നെ നമുക്ക് പിരിയാം. സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുന്നതല്ലേ അതിൻ്റെ ഭംഗി. എനിക്കറിയാം കേൾക്കുമ്പോൾ മുരളിക്കും അശ്വതിക്കും മാളുവിനൊക്കെ സങ്കടം തോന്നുന്നു. പക്ഷേ നമ്മൾ രണ്ടു കൂട്ടരുടെയും നല്ലതിനു വേണ്ടിയാണ് നമ്മൾ ഈ തീരുമാനം എടുക്കുന്നതെന്ന് കരുതിയാൽ മതി. അപ്പുവിൻ്റെ കൂട്ടുകൂടി മാളുവിൻ്റെ ഭാവി കൂടി നശിക്കരുതല്ലോ. എന്താ മുരളി, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പോൾ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു അല്ലേ? ഓക്കെ, എല്ലാം VPയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ.
നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് നമ്മൾ പിരിയുന്നത്. എന്തെങ്കിലും ആവശ്യമോ സഹായമോ വന്നാൽ പരസ്പരം ആദ്യം ഓടിയെത്തുന്ന നല്ല സുഹൃത്തുക്കൾ തന്നെയാവും നമ്മൾ ഇനി അങ്ങോട്ടും. മാളുവിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി നമ്മളിതൊരു കാരണമാക്കി എടുക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ? മാളു വാ, നമുക്ക് പോവാം. പോവാനോ? അച്ഛൻ എന്താ ഈ പറയുന്നേ? വരാനല്ലേ പറഞ്ഞത്? ഇനി നമ്മുടെ ആവശ്യം കൂടി ഇല്ല. എന്താ മുരളി, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒന്നുമില്ല ഗീത, എല്ലാം VP തന്നെ പറയും. എന്താ VP? എന്താ ഇതൊക്കെ? മാളു, നിന്നോട് വരാനല്ലേ പറഞ്ഞത്? ഇല്ല, അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാനിപ്പോ വരില്ല. അപ്പുവിനെ കണ്ടിട്ടേ ഞാൻ വരുന്നുള്ളൂ. മാളു, നീ ചുമ്മാ വാശി പിടിക്കരുത്, പറയുന്ന കേൾക്കണം. അച്ഛൻ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നേ? ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ട് എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്, അതുകൊണ്ടല്ലേ നിന്നോട് വരാൻ പറഞ്ഞത്. വാ. ആന്റി പ്ലീസ്, എന്നെ കൊണ്ടുപോരുതെന്ന് പറ. മുരളി, എന്താ ഇതൊക്കെ? എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? മാളു, അച്ഛൻ പറയുന്നത് കേക്ക്. മോളിനി ഇവിടെ നിൽക്കണ്ട. പറഞ്ഞത് കേട്ടില്ലേ? വാ. ആരാ മാളു?